ഗോബ്ലിൻ മാർക്കറ്റ്. ക്രിസ്റ്റീന റൊസറ്റി 1862 കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കവിതയാണ് ഗോബ്ലിൻ മാർക്കറ്റ്. ക്രിസ്റ്റീന എഴുതിയതിൽ വെച്ച് ഏറ്റവും പ്രശസ്തമേറിയ കവിതയാണിത്. ലിസി, ലോറ എന്നീ രണ്ട് സഹോദരിമാരെക്കുറിച്ച് പറയുന്ന നാരറ്റീവ് പോയം അഥവാ ആഖ്യാന കാവ്യമാണ് ഗോബ്ലിൻ മാർക്കറ്റ്. ലോറ പ്രലോഭനത്തിലകപ്പെട്ട് ഗോബ്ലിനുകൾ വിൽക്കുന്ന പഴം കഴിക്കുകയും അതിലൂടെയുണ്ടാവുന്ന പ്രശ്നങ്ങളുമാണ് കവിതയിൽ പറയുന്നത്. ടെംപ്റ്റേഷൻ അഥവാ പ്രലോഭനം, ഫോൾ അഥവാ വീഴ്ച, റെഡംഷൻ അഥവാ വീണ്ടെടുപ്പ്, റെസ്റ്റോറേഷൻ പുനഃസ്ഥാപനം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. കവിതയിൽ പരാമർശിക്കുന്ന ഏക മനുഷ്യരാണ് ലിസിയും ലോറയും. അവരെ പ്രലോഭിപ്പിച്ച് തങ്ങളുടെ പഴങ്ങൾ വാങ്ങാനും രുചിച്ചു നോക്കാനും പറയുകയാണ് ഗോബ്ലിൻസ്. പഴങ്ങളുടെ ഭംഗിയെക്കുറിച്ചും അവയുടെ രുചിയെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ആ പഴങ്ങളെ വാങ്ങാൻ പ്രലോഭിപ്പിക്കുന്ന ഗോബ്ലിൻസിലൂടെയാണ് കവിത ആരംഭിക്കുന്നത്. കവിതയിലെ മറ്റ് ജീവികൾ സാധാരണ ഫെയറി ടെയിൽ കഥകളിൽ കാണപ്പെടാറുള്ള ജീവികൾക്ക് തുല്യമാണ്. പ്രലോഭിപ്പിക്കാൻ വേണ്ടി ലൈംഗികപരമായിട്ടാണ് പഴങ്ങളെ ഗോബ്ലിൻസ് വർണ്ണിക്കുന്നത്. പ്രലോഭനമേറിയ ഗോബ്ലിൻസിൻ്റെ വാക്കുകൾക്ക് ശേഷം ലിസി, ലോറ എന്നീ സഹോദരങ്ങളിലേക്ക് കവിത തിരിയുന്നു. ഗോബ്ലിൻ പഴം കഴിക്കാൻ പാടുള്ളതല്ല, അവ വിലക്കപ്പെട്ടതാണ്. കവിതയിൽ ഈ വാക്യം ആദ്യമായി പറയുന്നത് ലോറയാണ്. എന്നാൽ ആ പഴത്തിൻ്റെ രുചി അറിയാനുള്ള ആഗ്രഹം ആദ്യമായി പ്രകടിപ്പിക്കുന്നതും ലോറ തന്നെയാണ്. ഗോബ്ലിനുകളെ നോക്കുന്നത് കൊണ്ട് ലോറയെ ലിസി വഴക്കു പറയുന്നതായി കവിതയിൽ കാണാം. എന്നാൽ ആ പഴത്തിൻ്റെ രുചിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള തീവ്രമായിട്ടുള്ള ജിജ്ഞാസ ലോറയെ അതിന് സമ്മതിക്കുന്നില്ല. ഗോബ്ലിനുകളെ നോക്കാൻ സ്വന്തം സഹോദരിയെപ്പോലും പ്രോത്സാഹിപ്പിക്കുകയാണ് ലോറ. ഗോബ്ലിനുകളെ കണ്ടപ്പോൾ അവരുടെ പ്രലോഭനമേറ്റ വാക്കുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി കാതുകൾ പൊത്തി ലിസി വീട്ടിലേക്കോടി. എന്നാൽ അവർ പറയുന്നത് കേൾക്കാൻ ലോറ തീരുമാനിച്ചു. അതിനായി അവൾ അവരുടെ അടുത്തേക്ക് പോയി. പ്രാവുകൾ, എലികൾ, പൂച്ച, വോംബാറ്റ് എന്നീ ജീവികളുടെ ശാരീരിക സവിശേഷതകളുള്ള മനുഷ്യരാണ് ഗോബ്ലിൻസ്. അവരെ പൂർണ്ണമായും മനുഷ്യരെന്ന് വിളിക്കാൻ സാധിക്കില്ല. വളരെ മൃദുലമായ മനോഹരമായ ശബ്ദമാണ് അവർക്ക്. ലോറയെ കണ്ടയുടനെ പഴങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകൾ തുടങ്ങി. അവളെ വശീകരിക്കുന്ന രീതിയിലായിരുന്നു വർണ്ണന. ലോറയ്ക്ക് പഴങ്ങൾ വാങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയ ഗോബ്ലിനുകൾ അവളെ പ്രലോഭിപ്പിക്കാൻ തീരുമാനിച്ചു. അവളെ കണ്ടയുടനെ അവളെ വശീകരിക്കാൻ വേണ്ടി പഴത്തിനെക്കുറിച്ച് വർണ്ണിച്ചു. അവളെ കൂടുതൽ ആകർഷിക്കുവാൻ വേണ്ടി പഴത്തിനെ സ്വർണ്ണപാത്രത്തിൽ വെച്ചു. അവൾക്ക് കിരീടം സമ്മാനമായി നൽകി. തുടർന്ന് അവളെ പാത്രത്തിൻ്റെ അരികിലേക്ക് ആനയിച്ചു. പഴങ്ങൾ വാങ്ങാൻ ലോറ ആഗ്രഹിച്ചു. എന്നാൽ അവളുടെ കയ്യിൽ പണമില്ല. പണത്തിനു പകരം ലോറയുടെ മുടിയിഴകൾ വാങ്ങി ഗോബ്ലിൻസ് അവൾക്ക് പഴങ്ങൾ നൽകി. അവൾ പഴം കഴിക്കാൻ തുടങ്ങി. പഴം ഭക്ഷിച്ച ശേഷം പഴത്തിനെക്കുറിച്ച് വർണ്ണിക്കാൻ ലോറയ്ക്ക് വാക്കുകളില്ലായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, വിശ്വസിക്കാൻ പ്രയാസമുള്ള രീതിയിൽ അത്ര ഗംഭീരമായ സ്വാദ്. ഇതാണ് പഴത്തിൻ്റെ സ്വാദിനെക്കുറിച്ച് ലോറ പറഞ്ഞത്. അതോടൊപ്പം സ്വന്തം തകർച്ചയ്ക്ക് വഴിയൊരുക്കി. വിലക്കപ്പെട്ട പഴം കഴിച്ച ഹവ്വയോടൊപ്പം ലോറയെ താരതമ്യം ചെയ്യാം. പഴം കഴിച്ചതോടുകൂടെ നിഷ്കളങ്കത, സമാധാനം എന്നിവ ലോറയ്ക്ക് നഷ്ടമാകുന്നു. വളരെ വൈകി രാത്രിയായിരുന്നു ലോറ വീട്ടിലെത്തിയത്. ലോറ ആ പഴങ്ങൾ വാങ്ങാതിരിക്കാൻ വേണ്ടി ആ പഴങ്ങൾ ഭക്ഷിച്ച് ദുരവസ്ഥയിലായ ഒരു പെൺകുട്ടിയുടെ കഥ ലിസി പറഞ്ഞു. ജീനി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. പ്രലോഭനത്തിൽപ്പെട്ട് അവൾ ഗോബ്ലിൻ പഴങ്ങൾ കഴിച്ചു. കൂടാതെ അവർ നൽകിയ പൂമാലകളും ധരിച്ചു. അതിനുശേഷം അവൾ ഗോബ്ലിൻസിനെ കണ്ടിട്ടില്ല. വീണ്ടും പഴങ്ങൾ വാങ്ങാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്കവരെ കാണാൻ സാധിച്ചില്ല. പഴങ്ങൾ വാങ്ങണമെന്നുള്ള ആഗ്രഹത്താൽ അവൾ അകാല മൃത്യു വരിച്ചു. എന്നാൽ ഈ വാക്കുകളൊന്നും ലോറ കേട്ടില്ല. പഴത്തിൻ്റെ ശക്തിയാൽ വിഷം നിറഞ്ഞതായി അവളുടെ മനസ്സ്. ലോറ ഇപ്പോൾ പഴയ നിഷ്കളങ്കമായ കന്യകയല്ല. തുടർന്ന് രണ്ട് സഹോദരികളും ഒരുമിച്ച് ഉറങ്ങുന്നു. പിറ്റേ ദിവസം തനിക്ക് ഗോബ്ലിനുകളെ കാണാനോ അവരെ കേൾക്കാനോ സാധിക്കുന്നില്ലെന്ന് ലോറ മനസ്സിലാക്കി. പക്ഷേ ലിസിക്ക് അവരെ കാണാനും കേൾക്കാനും സാധിക്കും. ലിസി തൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു. എന്നാൽ ലോറ തൻ്റെ തകർന്ന സ്വപ്നങ്ങളുമായി വീട്ടിലെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്നു.
ലോറയുടെ ഊർജമെല്ലാം നഷ്ടമായി. നിർജീവമായ ശരീരം പോലെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന ലോറയെ കാണുമ്പോൾ ലിസിക്ക് സങ്കടമായി. അവളുടെ അവസ്ഥ ലിസിക്ക് സഹിക്കാനായില്ല. ഗോബ്ലിനുകളുടെ ശബ്ദം കേൾക്കണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ലോറയ്ക്കുണ്ടായിരുന്നുള്ളൂ. അവൾ തൻ്റെ ജോലികൾ ചെയ്യുന്നത് നിർത്തി. പശുക്കളെ കറക്കാറില്ല, വീട് വൃത്തിയാക്കാറില്ല, പകരം തീയുടെ അടുത്തിരിക്കും. സഹോദരിയുടെ അവസ്ഥ കണ്ട ലിസി എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. തൻ്റെ പേഴ്സിൽ ഒരു വെള്ളിക്കാശുമായി അവൾ ഗോബ്ലിനുകളെ കാണാൻ ചെന്നു. ലിസി ഗോബ്ലിനുകളെ അന്വേഷിക്കുകയാണെന്നറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. അവർ അവളുടെ മുന്നിലെത്തി. ലിസി പണം നൽകി പഴങ്ങൾ ആവശ്യപ്പെട്ടു. പഴം ലഭിച്ചയുടനെ പോകാനൊരുങ്ങിയപ്പോൾ അവളോട് അത് കഴിച്ചു നോക്കാൻ അവർ പറഞ്ഞു. അവൾ അത് സമ്മതിച്ചില്ല. ഗോബ്ലിനുകൾക്ക് ദേഷ്യം വന്നു. അവർ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ലിസി ബലാത്സംഗത്തിനിരയായി. അവളെ അവർ വളരെയധികം ഉപദ്രവിച്ചു. അവൾ പഴത്തിൻ്റെ സ്വാദറിയാൻ വേണ്ടി നിർബന്ധിച്ച് പഴം അവളുടെ വായിലേക്ക് കുത്തി നിറച്ചു. പഴം തൻ്റെ വായിലേക്ക് കുത്തി നിറച്ചപ്പോൾ അവൾ മനസ്സിൽ സന്തോഷിച്ചു. ത്യാഗത്തിലൂടെ മാത്രമേ മോചനം സാധ്യമാകുകയുള്ളൂ എന്ന് അവൾ മനസ്സിലാക്കി. ഇവിടെ ലിസിയെ യേശുക്രിസ്തുവിനോടൊപ്പം താരതമ്യം ചെയ്യുന്നു. മറ്റുള്ളവരുടെ പാപത്തിൻ്റെ ഫലമായി യേശുക്രിസ്തുവിനെ കുരിശിലേറ്റ പോലെ സ്വന്തം സഹോദരിയുടെ പ്രവൃത്തിയുടെ ഫലമായി ഗോബ്ലിനുകളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ലിസിക്ക്. എത്ര ശ്രമിച്ചിട്ടും ലിസിയെ കീഴ്പ്പെടുത്താൻ സാധിക്കാതെ വന്നപ്പോൾ ദേഷ്യത്തോടെ അവൾ തന്ന വെള്ളിക്കാശ് അവളുടെ നേരെ വലിച്ചെറിഞ്ഞ് ഗോബ്ലിനുകൾ മടങ്ങി. ഒരർത്ഥത്തിൽ ഗോബ്ലിനുകളെ ലിസി തോൽപ്പിച്ചു. അവരുടെ ശ്രമം ഫലം കണ്ടില്ല. പ്രലോഭനത്തിൽ പെടാതെ പഴത്തിൻ്റെ രുചി അറിയാതെ അവൾ പിടിച്ചു നിന്നു. മുറിവേറ്റ ശരീരത്തോടെ ലിസി ഓടി വീട്ടിലെത്തി. ലിസിയെക്കൊണ്ട് പഴം കഴിപ്പിക്കാൻ ഗോബ്ലിൻസ് ശ്രമിച്ചപ്പോൾ പഴത്തിൻ്റെ ചാറ് അവളുടെ വായിലും ശരീരത്തിലും പറ്റിപ്പിടിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് തൻ്റെ ശരീരത്തിലും വായിലുമുള്ള പഴത്തിൻ്റെ ചാറുകൾ നക്കിയെടുക്കുവാൻ ലിസി ലോറയോട് ആവശ്യപ്പെട്ടു. എന്നാൽ തന്നെപ്പോലെ ലിസിയും പഴത്തിൻ്റെ സ്വാദ് അറിഞ്ഞോ എന്ന പേടിയായിരുന്നു ലോറയ്ക്ക്. എന്നാൽ താൻ ആ പഴത്തിൻ്റെ സ്വാദ് അറിഞ്ഞിട്ടില്ലെന്ന് ലിസി ഉറപ്പു നൽകി. ലോറ വളരെ ആർത്തിയോടെ അവളുടെ ശരീരത്തിലുള്ള പഴത്തിൻ്റെ ചാറുകൾ നക്കിയെടുക്കാൻ തുടങ്ങി. വിഷത്തിനു സമമായിരുന്നു ആ ചാറുകൾ. അധികം വൈകാതെ ലോറ ബോധമേറ്റ് വീണു. രാത്രി മുഴുവൻ ലിസി ലോറയുടെ അടുത്തിരുന്നു. രാവിലെ ലോറ മെല്ലെ കണ്ണുകൾ തുറന്നു. നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യവും ആരോഗ്യവും അവൾക്ക് തിരികെ ലഭിച്ചു. അപകടത്തിലായിരുന്ന തൻ്റെ ജീവിതം തിരികെ ലഭിച്ചു. പഴം കഴിച്ചതിനെ തുടർന്ന് വെള്ള നിറത്തിലായ അവളുടെ മുടിക്ക് പഴയ സ്വർണ്ണ നിറം തിരികെ ലഭിച്ചു. ഇവയെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വന്ന സന്തോഷത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് ഗോബ്ലിൻ മാർക്കറ്റ് എന്ന കവിതയുടെ അവസാന ഭാഗം പറയുന്നത്. ലിസിയും ലോറയും വിവാഹിതരായി. അവർക്ക് 2 പേർക്കും പെൺമക്കളാണ്. തൻ്റെ മക്കളെയും ലിസിയുടെ മക്കളെയും പിടിച്ചിരുത്തി ഗോബ്ലിനുകളുടെ കഥകൾ പറഞ്ഞ് അവരെ ഉപദേശിക്കുകയാണ് ലോറ. വിലക്കപ്പെട്ട ആ പഴത്തിനെക്കുറിച്ചും അവൾ പറയുന്നുണ്ട്. കൂടാതെ പരസ്പരം ഒറ്റപ്പെടുത്താതെ എന്തിനും കൂടെയുണ്ടാവണമെന്നും എപ്പോഴും അവർ ഒരുമിച്ചായിരിക്കണമെന്നും ലോറ പറയുന്നു. ഫോർ ദർ ഇസ് നോ ഫ്രണ്ട് ലൈക്ക് എ സിസ്റ്റർ. സഹോദരിയേക്കാൾ വലിയ സുഹൃത്തില്ല. ഈ വരി സൂചിപ്പിക്കുന്നത് തന്നെയാണ് ലിസിയുടെയും ലോറയുടെയും ജീവിതം. സ്വന്തം സഹോദരിക്ക് വേണ്ടിയാണ്, അവളുടെ ജീവന് വേണ്ടിയാണ് സ്വന്തം ജീവൻ പോലും ബലി കഴിപ്പിക്കാൻ ലിസി തയ്യാറായത്. അത്രയും വേദനകൾ സഹിച്ചതും ലോറയ്ക്ക് വേണ്ടിയാണ്. സ്ത്രീകൾ തമ്മിലുള്ള ദൃഢബന്ധത്തെയാണ് ഈ കവിത സൂചിപ്പിക്കുന്നത്. സഹോദര സ്നേഹം, കുടുംബത്തോടുള്ള സ്നേഹം, ഇവയ്ക്ക് പ്രലോഭനങ്ങളെ ചെറുക്കാനും വേണ്ടി വന്നാൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാനും സാധിക്കുമെന്നുള്ള സന്ദേശമാണ് ഈ കവിത നൽകുന്നത്. കവിതയുടെ അർത്ഥം വായനക്കാരിലെത്തിക്കാൻ ധാരാളം ഇമേജറീസ് ഉപയോഗിച്ചിട്ടുണ്ട്. പഴം കഴിക്കാനുള്ള ലോറയുടെ ആർത്തിയാണ് തീ എന്ന ഇമേജറി അഥവാ ഫയർ ഇമേജറി കൊണ്ട് ഉപയോഗിച്ചത്. പഴം കഴിച്ചതിനെ തുടർന്ന് രാത്രിയാണോ പകലാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ലോറയ്ക്ക് നഷ്ടമായി. അതായത് ശരി ഏതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവൾക്ക് നഷ്ടമായി. ലോകത്ത് പാപകരമായിട്ടുള്ള പ്രലോഭനകരമായിട്ടുള്ള എന്തിനേയും ഗോബ്ലിൻ മാർക്കറ്റ് സൂചിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, അവൻ നേരിടേണ്ടി വരുന്ന പ്രലോഭനങ്ങൾ എന്നിവയാണ് ഗോബ്ലിൻ പഴം സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.